Good morning, friends. Welcome to this new video section. In our previous sections, we discussed a detailed discussions about the respiratory system, what is the human respiratory system, and cellular respiration, etc. etc. ഇതിനു മുമ്പ് നമ്മൾ ഇതൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്. എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം, സെല്ലുലാർ റെസ്പിറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ആൻഡ് ദ എഫക്ട്സ് ഓഫ് സ്മോക്കിംഗ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് ദ എഫക്ട്സ് ഓഫ് സ്മോക്കിംഗ്, ദ സിഗരറ്റ് സ്മോക്കിംഗ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആക്ടിവിറ്റീസുകളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യനിൽ മാത്രമാണോ റെസ്പിറേഷൻ നടക്കുന്നത്? The respiration takes place only in the human beings. The respiration is the process takes place only in the human beings. Do you ever think that? അങ്ങനെയാണ് വിചാരിക്കുന്നത്? അതോ എല്ലാ ജീവികളിലും എന്ത് നടക്കുന്നുണ്ട്? റെസ്പിറേഷൻസ് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ അവർ വേൾഡ്, നമ്മുടെ ലോകം എന്ന് പറയുന്നത് എന്താണ്? വളരെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അപ്പൊ അവിടെ എന്തുണ്ട്? നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിൽ, ഇൻ കേസ് ഓഫ് അവർ എർത്ത് എന്ന് പറയുന്നത് ലാർജ് മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഓർഗാനിസംസ് പ്രസൻസ് ആണ്. ലാർജ് നമ്പേഴ്സ് ഓഫ് ഓർഗാനിസംസ് പ്രസൻസ്. അപ്പോൾ ഏതൊരു ലിവിങ് ഓർഗാനിസവും എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഓർഗാനിസം എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ടുഡേ വി ആർ ഗോയിങ് ടു എ സ്മോൾ ഡിസ്കഷൻ അബൌട്ട് ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഓർ ദ റെസ്പിറേഷൻസ് ഇൻ അതർ ഓർഗാനിസം എക്സെപ്റ്റ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സ് അല്ലാതെ ബാക്കിയുള്ള ഓർഗാനിസത്തിൽ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് respiration നടക്കുന്നത് നോക്കാം. Our topic is nothing but the respirations in other organisms. Today now we are going in detailed discussions or small discussions about the respirations in other organisms. ഏതൊക്കെയാണ് അപ്പോൾ വേറെ ഓർഗാനിസംസ്? കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതായത് മനുഷ്യനല്ലാത്ത വേറെ ഓർഗാനിസംസിൽ ഏതൊക്കെ തരത്തിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം, ഇസ് എ സിമ്പിൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ഇസ് ദി അമീബ. ഓക്കെ, അമീബ ഇസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഇസ് ആൻ എക്സാമ്പിൾസ്, ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസം അമീബ. ഹൗ ദി റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ കേസ് ഓഫ് ദ അമീബ? അമീബയിൽ എങ്ങനെയായിരിക്കും റെസ്പിറേഷൻസ് നടക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ് അമീബിലെ റെസ്പിറേഷൻ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ. ഇൻ കേസ് ഓഫ് ദ അമീബിയ, ദ റെസ്പിറേഷൻ, ദ പ്രോസസ് ഓഫ് മോഡ് ഓഫ് റെസ്പിറേഷൻ ഇസ് നത്തിങ് ബട്ട് ദ സിമ്പിൾ ഡിഫ്യൂഷൻ. ഇൻ കേസ് ഓഫ് അമീബ, സിമ്പിൾ ഡിഫ്യൂഷൻ. In case of the amoeba, the simple diffusion takes place. What is a simple diffusion? What is a diffusion? Diffusion is the movement of a molecule or movement of the any air or any, like in case of the respiration, we discussed about the respiration. So in case of respiration, oxygen from the higher concentration to lower concentration, the movement of the molecule of oxygen or movement of the oxygen from the higher concentration to lower concentration. ഒരു കൂടിയ കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനിലോട്ട് എന്ത് ചെയ്യുന്നു? എയർ അല്ലെങ്കിൽ ഓക്സിജന്റെ മൂവ്മെന്റ്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ഡിഫ്യൂഷൻസ്. അല്ലെങ്കിൽ ഒരു മോളിക്യൂൾസിന്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷൻ, ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ, ദ മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ് ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ? ഡിഫ്യൂഷൻസ് എന്ന് പറയാ. എപ്പോഴും എങ്ങനെയായിരിക്കും? എപ്പോഴും നല്ല മോസ്റ്റ് ഓഫ് ദ കേസസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും എന്ത് ചെയ്യുക? മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്. അപ്പോൾ ഇൻ കേസ് ഓഫ് ദ അമീബ, ദ റെസ്പിറേഷൻ മോഡ് ഓഫ് റെസ്പിറേഷൻ ഇസ് നത്തിങ് ബട്ട് സിമ്പിൾ ഡിഫ്യൂഷൻ. അപ്പൊ എങ്ങനെയായിരിക്കും? എയറിൽ നിന്ന് ഉള്ള ഓക്സിജൻ അല്ലെങ്കിൽ എയറിലുള്ള ഓക്സിജൻസ് എന്ന് പറയുന്നത് ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ. എയറിൽ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ആ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട്, അതായത് അമീബയുടെ ഇൻ കേസ് ഓഫ് അമീബ എ സിംഗിൾ സെൽ, അതിൽ എന്തായിരിക്കും? ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. The movement of the molecules of oxygen from the higher concentration, that means in case of the atmosphere, from the higher concentration to the lower concentration, that means in case of the body of the amoeba. അപ്പോൾ കൂടിയ ഭാഗത്തിൽ നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് മൂവ് ചെയ്യുന്നു? എയർ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓക്സിജൻ മൂവ് ചെയ്യുന്നു ഇൻ കേസ് ഓഫ് അമീബ. അപ്പൊ അമീബയുടെ മോഡ് ഓഫ് റെസ്പിറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഓക്കെ, ഇൻ കേസ് ഇനി അടുത്തൊരു എക്സാമ്പിൾസ് നോക്കാം. അമീബ കഴിഞ്ഞു കോക്രോച്ചസ്. സെക്കൻഡ് വൺ ഇസ് ദി കോക്രോച്ചസ്. cockroaches. We are also familiar with the term cockroaches. We are also familiar with this insect.
It's a kind of insect. Cockroaches എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള ഒരു ഇൻസെക്റ്റ് ആണ്. It's also a vector. ഒരു രോഗകാരി കൂടിയാണ് എന്തെന്ന് പറയുന്നത് cockroaches എന്ന് പറയുന്നത്. Okay. In case of the cockroach, what is the mode of respiration? എന്തായിരിക്കും mode of respirations എന്ന് പറയുന്നത്? What is the mode of respirations in the cockroaches? The cockroaches is a. Do you ever think that in case of the human beings we have two lungs? Is it? Yes. നമുക്ക് രണ്ട് lungs ഉണ്ട്. അതുപോലെ cockroaches ഉണ്ടാവും. In case of the cockroaches, if you, do you think the lungs are present in the body of the cockroaches? Cockroaches in the lungs ഉണ്ടാവും? No, there is no lungs. അപ്പോൾ ഒരു lungs ഒന്നും എന്തിൽ present അല്ല? ഇൻസെക്ട്സിലായിട്ടില്ല. ഇൻസെക്ട് അല്ലെങ്കിൽ കോക്രോച്ചസിൽ present അല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് റെസ്പയർ ചെയ്യുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? Do you ever think that how the respiration takes place in case of cockroaches? Cockroachesൽ എങ്ങനെയായിരിക്കും respiration നടക്കുക എന്നത്? Actually, in the body of the നമുക്ക് ബോഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് കോക്രോച്ചസിന്റെ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ എന്തുണ്ടാവും? ഒരുപാട് സ്പൈറക്കിൾസ് എന്നുള്ള ഒരു പാർട്ട് ഉണ്ടാവും. സ്പൈറക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു വാൽവ്സ് ആണ്. ദ സ്പൈറക്കിൾസ് ആർ ലൈക്ക് ദി വാൽവ്സ് പ്രസൻസ് ഇൻ ദി ഈ ഒരു അബ്ഡോമെന്റെയും തൊറാക്സ് റീജിയനിലും. അതായത് ഒരു നമ്മളൊരു ഇൻസെക്ട് എടുക്കുകയാണെങ്കിൽ അതിന് മൂന്ന് പോർഷൻ ഉണ്ട്. ഹെഡ് പോർഷൻസ് ഉണ്ട്, തൊറാക്സ് പോർഷൻസ് ഉണ്ട്, അബ്ഡോമൻ പോർഷൻ ഉണ്ട്. അപ്പൊ ഹെഡിന്റെയും തൊറാക്സ് റീജിയനിലൊക്കെ അല്ലെങ്കിൽ അബ്ഡോമിനൽ റീജിയനിലെ സൈഡിലൊക്കെ എന്ന് പറയുന്നത് ആ ഒരു കോക്രോച്ചസിന്റെ ബോഡി എടുത്ത് ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരുപാട് ലാർജ് നമ്പേഴ്സ് ഓഫ് ദ സ്പൈറക്കിൾസ്. what is the organ name is spiracle. The organ name is nothing but the spiracle. അപ്പൊ ഒരുപാട് എന്ത് പ്രസന്റ് ആണ്? സ്പൈറക്കിൾസ് പ്രസന്റ് ആണ്. അതായത് ഓരോ വാൽവ് എയർ പാസ് ചെയ്യാനുള്ള വാൽവ്. അപ്പൊ ഈ വാൽവിലൂടെ അല്ലെങ്കിൽ ഈ സ്പൈറക്കിൾസിലൂടെ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയർ എന്നുള്ള എയർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ടിഷ്യൂസിലൊക്കെ എൻറ്റർ ചെയ്യും. അതായത് ആ വാൽവ്സ് എന്ന് പറയുന്നത് പിന്നെ ട്രക്കിയ പോലുള്ള സ്ട്രക്ചർ ഒക്കെ ആയിട്ട്, അതായത് വാൽവ്സ് ലീഡ്സ് ഇൻ ടു ദി ട്രക്കിയ ദാറ്റ് മൂവ് ടു ദി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലോട്ട് അല്ലെങ്കിൽ ടിഷ്യൂസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യും. അപ്പൊ എയർ, അപ്പൊ ഇതും എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഡിഫ്യൂഷൻ തന്നെയാണ്. അത് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഒരു ഓർഗൻ പ്രസന്റ് ആയിരിക്കുന്ന ഏതാണ്? സ്പൈറക്കിൾസ്. അല്ലെങ്കിൽ സ്പൈറക്കിൾ എന്നുള്ള വാൽവിലൂടെയാണ് എന്ത് പാസ് ചെയ്യുന്നത്? എയർ അല്ലെങ്കിൽ ഓക്സിജൻ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ദ കോക്രോച്ചസ്, ദ സ്പൈറക്കിൾസ് ആർ ദി റെസ്പിറേറ്ററി ഓർഗൻ ഓർ ദ റെസ്പിറേറ്ററി ഓർഗൻ, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? സ്പൈറക്കിൾസിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. ഇൻ കേസ് ഓഫ് ദി കോക്രോച്ച്, ദ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് with the help of spiracles. Large numbers of spiracles in the present ആണ്, കോക്രോച്ചസിൽ present ആണ്. You get the idea about what is the respiratory organ in what is the mode of respirations in cockroaches. Cockroachesiലുള്ള mode of respirations ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ഓർഗാനിസംസ് പറയാം. അതായത് ഇൻ കേസ് ഓഫ് അടുത്തൊരു ഓർഗാനിസത്തിന്റെ പേര് പറയാം. ഇപ്പൊ പറഞ്ഞ അമീബിയും പറഞ്ഞു, കോക്രോച്ചസും പറഞ്ഞു. ദെൻ ഇൻ കേസ് ഓഫ് ദ ഫിഷസ്, ആക്ച്വലി വാട്ട് ഈസ് ഫിഷ് എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം അല്ലെ. ഇറ്റ് ഈസ് ആൾസോ സീൻ ഇൻ ദി എവിടെ സീൻ മറൈൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ കടലിലാണ് നമ്മൾ കാണുക. ഫിഷസിനെ എവിടെ കാണാം? കടലിൽ കാണും, കുളത്തിൽ കാണും. അങ്ങനെയുള്ള വാട്ടർ ബോഡീസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫിഷസിനെ കാണുക. അപ്പൊ എന്തായിരിക്കും ഇവരുടെ അല്ലെങ്കിൽ ഫിഷസിന്റെ മോഡ് ഓഫ് റെസ്പിറേഷൻസ്? വാട്ട് ഈസ് ദ മോഡ് ഓഫ് റെസ്പിറേഷൻ പ്രസന്റ് ഇൻ കേസ് ഓഫ് ദി ഫിഷസ്? ഏത് രീതിയിലായിരിക്കും ഫിഷസ് റെസ്പയർ ചെയ്യുക? ഫിഷസിന് എന്തുണ്ട്? ഫിഷസ് എവിടെ കാണുന്ന പറഞ്ഞു? വാട്ടർ ബോഡീസിലാണ് ഫിഷസ് കാണുന്നത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ മിക്കവാറും അല്ലെങ്കിൽ ഫിഷസിന് എന്തിനുള്ള കപ്പാസിറ്റി? അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഹെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടാവില്ല? ഫിഷസിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു ഓർഗൻ വേണം. In case of the fishes, they need some organs for their respirations. അതായത് ഈ ഓക്സിജൻ എന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിച്ച രീതിയിലായിരിക്കും ഇത് എന്ത് ചെയ്യാം? ഓക്സിജൻ എടുക്കുക. അപ്പോൾ ഓക്സിജൻ ഇൻ കേസ് ഓഫ് ദ വാട്ടർ ബോഡി, ഓക്സിജൻ വിച്ച് മിക്സസ് വിത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഓക്സിജൻ നമുക്ക് എന്ത് പറയാം? ഡിസോൾവ്ഡ് ഓക്സിജൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഡിസോൾവ്ഡ് ഓക്സിജൻ. Okay, but it is known as the dissolved oxygen. എന്താ ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എന്ന് പറയുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിച്ചത്. ഓക്സിജൻ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ദാറ്റ് മിക്സസ് വിത്ത് ദ വാട്ടർ ടു ഫോം ദ ഡിസോൾവ്ഡ് ഓക്സിജൻ. അപ്പോൾ ഈ ജലാശയങ്ങളിലൊക്കെ കാണുന്ന ഇൻ കേസ് ഓഫ് ദ പോണ്ട്, അതർ വാട്ടർ ബോഡീസ് ലൈക്ക് എന്താ പറയുക, സീസ്, ഓഷ്യൻസ്, റിവേഴ്സ്, ഇതിലൊക്കെ കാണുന്ന എന്തായിരിക്കും? ഡിസോൾവ്ഡ് ഓക്സിജൻ ആയിരിക്കും. അപ്പോൾ ഈ മത്സ്യങ്ങൾ അല്ലെങ്കിൽ കടൽ ജീവിക്കുന്ന ഓർഗാനിസംസ് എന്താണ് എടുക്കുക? ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് അവർ ഇൻഹേൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യത്തിന് ഓക്സിജൻ എടുക്കുന്നത് ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് എടുക്കുന്നത്. അപ്പോൾ
എന്തെങ്കിലും ഓർഗൻ പ്രസന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻ ആവശ്യമാണ്. സം കൈൻഡ് ഓഫ് ദ ഓർഗൻസ് റിക്വയർ ഫോർ ദ റെസ്പിറേഷൻ. അവരുടെ റെസ്പിറേഷൻ ആവശ്യമായിട്ട് എന്തായിരിക്കും ഈ ഇൻ കേസ് ഓഫ് ദ ഫിഷസിൽ എന്തായിരിക്കും? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഫിഷസ് എന്തിലൂടെയാണ് ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഓർഗൻസ് ആണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്? It is nothing but the organ name is the gills. What is the organ name? Gills. In case of the fishes, the respiratory organ is nothing but gills. Gills അല്ലെങ്കിൽ ചികിളപ്പൂക്കൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ഫിഷസിന്റെ ഹെഡിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ ഗിൽസ് പ്രസന്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഗിൽസ് ആണ്, അല്ലെങ്കിൽ ഗിൽസ് ആണ് എന്തെന്ന് പറയുന്നത്? The respiratory organ. The respiratory organs in case of the fishes, what is the gills? The presence of gills in the behind the ഹെഡിന്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫിഷസിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെഡിന്റെ താഴെയായിട്ട് കാണുന്ന ഗിൽസ് ആണ് എന്തിന് സഹായിക്കുന്നത്? ഇൻ കേസ് ഓഫ് ദ റെസ്പിറേഷൻ, റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഗിൽസ് ആണ്. ഹൗ ദ ഈ ഫിഷസ് എങ്ങനെയാണ് ഫിഷസ് റെസ്പയർ ചെയ്യുന്നത്? ഹൗ ദ ഫിഷസ് റെസ്പയർ? Do you have any idea about the organs present? That is the what is the organ's name is what? Gills. The gills are present in the below the head. ഹെഡിന്റെ താഴെയായിട്ട് ഗിൽസ് പ്രസന്റ് ആണ്. അതിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. അതായത് ഈ വെള്ളം എന്ന് പറയുന്നത് മൗത്തിലൂടെ എടുക്കുന്നു. അത് എപ്പോഴും മത്സ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? വെള്ളത്തിലായിരിക്കും. വെള്ളത്തിലൂടെ അത് വായിലോട്ട് എന്തെടുക്കുന്നു? വെള്ളം എടുക്കുന്നു. ആ വെള്ളം എന്നിട്ട് ഗിൽസിലോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുന്നു. വായിലേക്ക് എടുത്ത വെള്ളം എന്ന് പറയുന്നത്, മൗത്തിലൂടെ എടുത്ത വെള്ളം എന്ന് പറയുന്നത് എവിടേക്ക് പമ്പ് ചെയ്യുന്നു? അത് പമ്പ് ഇൻ ടു ദി ഗിൽസിലോട്ട് എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്യുന്നു. അങ്ങനെ ഗിൽസിലോട്ട് പമ്പ് ചെയ്യുമ്പോൾ, ഗിൽസ് എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി ഓർഗൻസ് ആണ്. അവിടെ ലാർജ് മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് എന്തിനുണ്ടാവും? ഗിൽസിലുണ്ടാവും. അവിടെയും നടക്കുന്ന എന്താണ്? ഡിഫ്യൂഷൻ വഴിയാണ്. അപ്പോൾ നമ്മൾ മത്സ്യം അല്ലെങ്കിൽ വായിലോട്ട് എടുക്കുന്ന വെള്ളം എവിടേക്ക് എത്തുന്നു? ഗിൽസിലോട്ട് പമ്പ് ചെയ്യുന്നു. ഗിൽസിലോട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിലുള്ള ഡിസോൾഡ് ഓക്സിജൻ, ഇൻ കേസ് ഓഫ് ദി വാട്ടറിലൊക്കെ ആയിരിക്കുമ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് എന്തിലോട്ട് ലയിച്ചിട്ടുണ്ടാവും? വെള്ളത്തിലോട്ട് ലയിച്ചിട്ടുണ്ടാവും. ഇൻ കേസ് ഓഫ് ദി ഫിഷസ്, ദ ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ്. വെൻ ദ fishes take the water into their മൗത്തിലോട്ട് എടുത്തതിന് ശേഷം they pumped into the ഗിൽസിലോട്ട് എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഗിൽസിലോട്ട് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള ആ വാട്ടറിലുള്ള ഡിസോൾഡ് ഓക്സിജൻ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്യുന്നു? ത്രൂ ദി ഗിൽസ് അല്ലെ ലാർജ് നമ്പേഴ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്, അതിലും തന്നെ ബ്ലഡ്. അപ്പൊ അതൊരു ഡിഫ്യൂഷൻ വഴി അവിടെ നിന്നോട്ട് പോകുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഡിസോൾഡ് ഓക്സിജന്റെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ദി ഫിഷസ് there are a pair of gills present in case of the fishes. Okay, there are a pair of the gills present in case of the fishes. Fishes il oru pair of gills present aanu. That is a respiratory organ. That is the respiratory organ present in case of the gills. Okay, dissolved oxygen from the higher concentration move to the from higher concentration to lower concentration lote endu cheyunu? Dissolved oxygen move cheyunu. Appo in case of amoeba, what is the respiratory? The diffusion is the mode of respiration. Then in case of the cockroaches, it is also a diffusion തന്നെയാണ് in the cockroaches. പക്ഷേ what is the respiratory organ? The spiracles present in the side of the ബോഡിയുടെ സൈഡിൽ മൊത്തം എന്തുണ്ട്? സ്പൈറക്കിൾസ് പ്രസന്റ് ആണ്. അതാണ് റെസ്പിറേറ്ററി ഓർഗൻ ഇൻ കേസ് ഓഫ് ദി കോക്രോച്ചസ് എന്ന് പറയുന്നത്. അടുത്ത എന്ന് പറയുന്നത് എന്താണ്? ഇൻ കേസ് ഓഫ് ദി അടുത്ത ഓർഗാനിസംസ് നമ്മൾ ഫിഷസിൽ ഇൻ കേസ് ഓഫ് ദി ഗിൽസ് പ്രസന്റ് ആണ്. ഗിൽസിലൂടെയാണ് എന്ത് നടക്കുന്നത്? ദ റെസ്പിറേഷൻസ് നടക്കുന്നത്. ഇനി അടുത്തൊരു ഓർഗാനിസംസ് കൂടി നോക്കാം. ഇൻ കേസ് ഓഫ് ദി ഫ്രോഗ്, അതായത് തവള. ഇൻ കേസ് ഓഫ് ദ ഫ്രോഗ്, വാട്ട് ഈസ് ദ മോഡ് ഓഫ് റെസ്പിറേഷൻ? മോഡ് ഓഫ് റെസ്പിറേഷൻസ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ വഴി നടക്കാറുണ്ട്. അതായത് അതിന് 2-3 റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ട്. ഫ്രോഗ്സിന് 1-3 ടൈപ്പ് ഓർഗൻസ്. അതിന് ലങ്സ് പ്രസന്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് ലങ്സ് പ്രസന്റ് ആണ്. ഇൻ കേസ് ഓഫ് ലങ്സ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? ഹ്യൂമൻ ബീങ്സിന്റെ സിമിലർ ആയിട്ടുള്ള റെസ്പിറേഷൻ കാണിക്കും. അതായത് നമ്മൾ നോസ്ട്രിൽസിലൂടെ അകത്തേക്ക് എടുത്ത് ലങ്സിലോട്ട് എയർ പോകുന്നത് പോലെ തന്നെ ഫ്രോഗും എന്ത് കാണിക്കും? അതിന്റെ നോസ്ട്രിൽസിലൂടെ എയർ അകത്തോട്ട് എടുത്ത് അതിലോട്ട് ലങ്സിലോട്ട് പോയി അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. ലങ്സ് വഴി എന്ത് നടത്താം? റെസ്പിറേഷൻ നടക്കാം. അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് സ്കിന്ന് വഴി. തവളയുടെ സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ സ്മൂത്ത് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? വളരെ സ്ലൈമി ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നായിരിക്കും ആർക്കുള്ളത്? ഫ്രോഗ്സിനുള്ളത്. ഇൻ കേസ് ഓഫ് ദ ഫ്രോഗ്സ് ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ്. അത് ഇവിടെ എന്താണ് നടക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. ത്രൂ ദി സ്കിൻ. ഒരു സ്കിന്നിന്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുവഴി അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ സ്കിന്ന് വഴിയും എന്ത് നടത്താറുണ്ട്? റെസ്പിറേഷൻ നടത്താറുണ്ട്. ഇൻ കേസ് ഓഫ് ദി ഫ്രോഗ്. അപ്പോൾ ലങ്സും പറഞ്ഞു, സ്കിന്നും പറഞ്ഞു, അതുപോലെ തന്നെ മൗത്ത്. നമ്മൾ വായിലൂടെയും എന്തെടുക്കും? തവള എന്ന് പറയുന്നത് എയർ ഉള്ളിലോട്ട് എടുത്ത് അതിൽ നിന്ന് ലങ്സിലോട്ട് പോവുക. അങ്ങനെയും എന്ത് നടക്കാറുണ്ട്? റെസ്പിറേഷൻ നടക്കാറുണ്ട്. ഇൻ കേസ് ഓഫ് ദി ഫ്രോഗ്സ് there are 3 mechanisms or the 3 respiratory organs. In case of the frogs, lungs present ആണ്. lungs
present ആണ്, അതുപോലെ തന്നെ a pair of lungs present ആണ്, skin also present. The skin, through the skin is also respiration is also takes place. അപ്പോൾ ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ, തവളയുടെ സ്കിന്ന് വഴിയും എന്ത് നടക്കുന്നുണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, റെസ്പിറേഷൻ അപ്പോൾ എന്ന് പറയുന്നത് ലങ്സിലൂടെയും സ്കിന്നിലൂടെയൊക്കെ എന്തിൽ നടക്കുന്നുണ്ട്, ഇൻ കേസ് ഓഫ് ദ ഫ്രോക്സ് നടക്കുന്നുണ്ട്. ദെൻ ഇനി അടുത്ത, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലേ. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്, അതിൻ്റെ മോഡ് ഓഫ് റെസ്പിറേഷനും മനസ്സിലായി, ഏതാണ് അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ആ സ്ക്രീനിൽ കാണുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്, എന്താണ് ഓർഗാനിസംസ് ഏതാണ്, അതുപോലെ തന്നെ മോഡ് ഓഫ് റെസ്പിറേഷൻ ഏതാണ്, അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻസ് ഏതാണ്, ഇതൊന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് എനിക്ക് അയച്ച് തരിക. ഓക്കെ, ആ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അയച്ച് തരിക. ഓക്കെ. Okay, then we are move on to the another sections of this lesson. That means last section of this lesson. Actually, the respiration എന്ന് പറയുന്നത് എന്തിലൊക്കെ നടന്നത്, ഇൻ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സിന്റെ കേസ് പറഞ്ഞു, അതർ ഓർഗാനിസംസിന്റെ കേസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഡു യു എവർ തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ആൾസോ റെസ്പയർ? പ്ലാന്റ്സ് ശ്വസിക്കുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you ever think that the plants also have a respiratory system or any kind of respiration takes place in case of plants? Plants ഏതെങ്കിലും തരത്തിലുള്ള റെസ്പിറേഷൻസ് നടക്കാറുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? The respiration is also takes place in the case of the plants. Do you ever think ഉണ്ടോ? അപ്പോൾ എന്തായിരിക്കും, പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട്, റെസ്പിറേഷൻ ഈസ് ആൾസോ ടേക്സ് പ്ലേസ്. അപ്പം റെസ്പിറേഷൻസ് ഇൻ അവർ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നുണ്ടോ? പ്ലാന്റ്സ് മനുഷ്യന്മാർ ആനിമൽസിനെ പോലെ എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. പക്ഷെ അവർ റെസ്പയർ ചെയ്യുന്നുണ്ടോ? റെസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വാട്ട് ആർ ദ, ഇവിടെ ഏതെങ്കിലും ലങ്സ് പ്രസന്റ് ആണോ? ഏതിൽ? ഇൻ കേസ് ഓഫ് ദ പ്ലാന്റ്സ് ലങ്സ് പ്രസന്റ് ആണോ? ഇല്ല അല്ലെ. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ഓർ റെസ്പിറേഷൻ, ഹൗ ദ റെസ്പിറേഷൻ ഇസ് പോസിബിൾ ഇൻ കേസ് ഓഫ് ദി പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഏതൊക്കെ രീതിയിലാണ് റെസ്പിറേഷൻസ് നടക്കുന്നതെന്ന് നോക്കാം. ആക്ച്വലി പ്ലാന്റ്സിന്റെ ലീവ്സ് എടുക്കുകയാണെങ്കിൽ, ലീവ്സിലാണ് പൊതുവെ എന്ത് ചെയ്യുക, ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് നടക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ലീവ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ കേസ് ഓഫ് ദ ലീവ്സ്, സ്റ്റൊമാറ്റ പ്രസന്റ് ഇൻ ദി സർഫസ് ഓഫ് ദ ലീവ്സ്. ലീവ്സിന്റെ സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓർഗൻ കാണാം, അല്ലെങ്കിൽ ഒരു സെല്ല് കാണാം. എന്തെന്ന് പറയുന്നത് ഒരു സെല്ലാണ്, ദാറ്റ് ഈസ് ദി സ്റ്റൊമാറ്റ. Okay, what is the stomata? Stomata is present in the outer surface or the lower surface of the plants. Plants in the leaves, അതായത് ചെടികളുടെ ഇലകളുടെ ഔട്ടർ സർഫസിലും മീസോഫിലും ലോവർ സർഫസിലും മീസോഫിൽ സെൽസിലൊക്കെ എന്ത് കാണാം, ലാർജ് നമ്പേഴ്സ് ഓഫ് സ്റ്റൊമാറ്റ കാണാം. സ്റ്റൊമാറ്റയുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു കിഡ്നി ഷേപ്പ് ആയിരിക്കും എന്തുണ്ടായിരിക്കുക, സ്റ്റൊമാറ്റിക് ഉണ്ടായിരിക്കുക. രണ്ട് കിഡ്നി ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഡംബൽ ഷേപ്പിലുള്ള സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിഡ്നി ഷേപ്പിലുള്ള സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ ലാർജ് നമ്പേഴ്സ് ഓഫ് സ്റ്റൊമാറ്റ ഇവിടെ പ്രസന്റ് ആയിരിക്കും. ലീഫിന്റെ സർഫസിലും അതുപോലെ തന്നെ അപ്പർ സർഫസിലും ലോവർ സർഫസിലൊക്കെ എന്ത് പ്രസന്റ് ആയിരിക്കും, സ്റ്റൊമാറ്റ പ്രസന്റ് ആയിരിക്കും. ദിസ് സ്റ്റൊമാറ്റ ഇസ് ദ ഓപ്പണിംഗ്. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഓപ്പണിംഗ്, അതിലൂടെയാണ് ഇത് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് എടുക്കുകയും ഓക്സിജനെ പുറത്തോട്ട് എടുക്കുകയും, അതുപോലെ തന്നെ റെസ്പിറേഷന്റെ സമയത്ത് ഓക്സിജൻ അകത്തോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് തള്ളപ്പെടുകയും ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ ഓപ്പണിംഗ് പ്രസന്റ് ഇൻ ദി അപ്പർ ആൻഡ് ലോവർ സർഫസ് ഓഫ് ദ ലീവ്സ്. അപ്പർ സർഫസിലും ലോവർ സർഫസിലും എന്തുണ്ട്, ലാർജ് നമ്പേഴ്സ് ഓഫ് ദി സ്റ്റൊമാറ്റ പ്രസന്റ്. ത്രൂ ദി സ്റ്റൊമാറ്റ ദ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. ദ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഏത് വഴിയിലാണ്, സ്റ്റൊമാറ്റ വഴിയിലാണ്. ഇൻ കേസ് ഓഫ് ദി ലീവ്സ് എടുക്കുകയാണെങ്കിൽ അത് സ്റ്റൊമാറ്റ വഴിയും എന്ത് നടക്കാറുണ്ട്, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാറുണ്ട്. ഓക്കെ, ദെൻ first one is the stomata. Then next one is the lenticels. You ever heard the term lenticels? What is a lenticels? എന്താണ് lenticels എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ഈ ഒരു വേർഡ്? What is lenticel? Actually, it is the small pores. ഒരു ചെറിയ സുഷിരങ്ങളാണ്. It is like a small pores which are present on the stems അല്ലെങ്കിൽ root. ഇപ്പൊ ജാക്ക് ഫ്രൂട്ടിന്റെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പ്ലാവിന്റെ അതിന്റെ വേരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലാർജ് നമ്പേഴ്സ് ഓഫ് ദ പോഴ്സ് വിച്ച് പ്രസന്റ് ഓൺ ദി റൂട്ട്സ്. Large numbers of the small pores which present on the roots. These are the
സം കൈൻഡ് ഓഫ് ഓപ്പണിംഗ്, ഒരു തരത്തിലുള്ള ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു സ്മോൾ കൈൻഡ് ഓഫ് പോഴ്സ് ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയാ, ലെൻറ്റിസെൽസ് എന്ന് പറയുന്നത്. ഈ ലെൻറ്റിസെൽസിലൂടെയും എന്ത് നടക്കുന്നുണ്ട്, ഗ്യാസ് എക്സ്ചേഞ്ച് also takes place. Okay, there are large numbers of the lenticels present in case of the plants. Plants in the case of lenticels, there are small pores present in the roots and stems. Stems and roots like the small pores present and the surface. Through this opening or through these pores, the gas exchange takes place. That is carbon dioxide agathote edukunu, oxygen purathote povunu. In case of the photosynthesis, oru respiration samayathe agathote oxygen edukunu, purathote carbon dioxide povunu. Ee opening vadi. Appo nammal leaf il parayanengil stomata present aanu. Adupole thanne lenticels ennu parayumbo root inde case ilum stem inde case lenticels present. Through the lenticels as well as through the stomata, the gas exchange also takes place. Respiration ennu parayunnathu evade nadakkunnundu, in case of the പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ്, സ്റ്റൊമാറ്റ വഴി നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലെൻറ്റിസെൽസ് വഴിയും എന്ത് നടക്കുന്നുണ്ട്, the respiration is also takes place. Okay, you have get the clear idea about the respirations in plants. പ്ലാന്റ്സിലെ റെസ്പിറേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് സ്റ്റൊമാറ്റയും ലെൻറ്റിസെൽസും. ഇൻ കേസ് ഓഫ് അതർ ഓർഗാനിസത്തിന്റെ കേസിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഗിൽസ് പറഞ്ഞു, ഫിഷസിന്റെ കേസിൽ ഗിൽസ് പറഞ്ഞു, ഫ്രോക്സിന്റെ കേസിലാണെങ്കിൽ ലങ്സും സ്കിന്നും പറഞ്ഞു, കോക്രോച്ചസിന്റെ കേസിലാണെങ്കിൽ എന്തായിരുന്നു, സ്പൈറക്കിൾസ് പറഞ്ഞു. പിന്നെ അമീബയുടെ കേസിലാണെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ you get the idea about the respirations in other organisms except the human beings ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഓർഗാനിസത്തിന്റെയും മോഡ് ഓഫ് റെസ്പിറേഷനും മനുഷ്യനൊഴിച്ചുള്ള മറ്റുള്ള ഓർഗാനിസത്തിന്റെ മോഡ് ഓഫ് റെസ്പിറേഷൻ ആസ് വെൽ ആസ് ദി എന്തും മോഡ് ഓഫ് റെസ്പിറേഷൻ റെസ്പിറേറ്ററി ഓർഗനും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ് us do another activity. ഒരു ആക്ടിവിറ്റി കൂടി ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആക്ടിവിറ്റി കൂടി ചെയ്യും. അതായത് ആ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ആ ആക്ടിവിറ്റി എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. ആ കാണുന്ന ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എനിക്ക് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, താങ്ക് യു.